കുട്ടൻ, ഗുഡ് മോർണിംഗ്. വി രാജേഷ് മേയറായെത്തുമ്പോൾ ബി ജെ പിയിൽ സംഭവിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് വലിയ തിരിച്ചടിയാണോ? അവിടെ വി മുരളീധരനും കെ സുരേന്ദ്രനും നടത്തിയ കരുനീക്കങ്ങളാണോ ഫലം കണ്ടത്? അങ്ങനെയാണോ ആ ശ്രീലേഖയെ വെട്ടിയത്? മനു, ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ, തിരുവനന്തപുരം മേയർ ആരോപണം സംബന്ധിച്ച് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ ചർച്ചകൾക്കൊടുവിൽ വി രാജേഷ് എന്ന ഒറ്റ പേരിലേക്ക് ദേശീയ നേതൃത്വവും അത് അംഗീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വവും ഒടുവിൽ തയ്യാറാകേണ്ടി വന്നു. ശ്രീലേഖയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഉണ്ടായിരുന്നത്. എസ് സുരേഷും രാജീവ് ചന്ദ്രശേഖരും പൂർണ്ണമായി ശ്രീലേഖ, അതായത് തീരുമാനമെടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശ്രീലേഖ മേയറാകും എന്ന തരത്തിൽ തന്നെയായിരുന്നു വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നത്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും രാജീവ് ചന്ദ്രശേഖർ എസ് സുരേഷ് നടത്തിയിരുന്നു. എസ് സുരേഷിൻ്റെ ഏറ്റവും കടുത്ത രാഷ്ട്രീയ എതിരാളിയാണ്, രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞെങ്കിൽ പോലും ആ ബി ജെ പിക്ക് അകത്ത് ഏറ്റവും കടുത്ത എതിരാളിയാണ് വി രാജേഷ്. അതുകൊണ്ട് തന്നെ വി രാജേഷ് ഒരു കാരണവശാലും മേയറാകാൻ പാടില്ല എന്നൊരു വാശി എസ് സുരേഷിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സുരേഷും രാജീവ് ചന്ദ്രശേഖരനെ സ്വാധീനിച്ചുകൊണ്ട് അത്തരം ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഈ മേയർ ആരാകണം എന്നത് സംബന്ധിച്ച് ഒരു സമിതിയെ കൊണ്ട് മുഴുവൻ കൗൺസിലർമാരെയും അഭിപ്രായം ആരായാനുള്ളൊരു തീരുമാനമെടുത്തു. അങ്ങനെ ആ അഭിപ്രായം ആരായുന്ന ഘട്ടത്തിൽ ഈ കൗൺസിലർമാരോട് ഈ പറയുന്ന സമിതിയിലെ അംഗങ്ങൾ ചോദിച്ചത്, പ്രസിഡന്റിൻ്റെ മനസ്സിൽ ഒരാളുണ്ട്, ആ പേരിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമല്ലോ എന്നാണ് ആ ചോദ്യം. അപ്പോൾ അതിൽ ഒരു അപകടം നടന്നതിന് ശേഷമാണ് ഈ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വി രാജേഷ്, കെ സുരേന്ദ്രൻ, വി മുരളീധരൻ എന്നിവരുമായും അതോടൊപ്പം തന്നെ RSS നേതൃത്വവുമായും ബന്ധപ്പെടുന്നത്. ഇത്തരത്തിൽ ശ്രീലേഖയെ മേയറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നു. അതായത് വി രാജേഷിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നൊരു അപായ സൂചന ആ ഘട്ടത്തിലാണ് അവരറിയുന്നത്. അതിനുശേഷമാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും വളരെ ശക്തമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്നതിന് ശേഷം മുരളീധരനും കെ സുരേന്ദ്രനും പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അധികം സജീവമായിരുന്നില്ല. അവർ അവരുടേതായ മേഖലകളിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ രാജീവ് ഒരു ഘട്ടത്തിൽ പോലും ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് BJP നേതാക്കളാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും, ഇവരെ ഒരു ഘട്ടത്തിൽ പോലും പരിഗണിക്കാനോ ഒരു പരിപാടിക്കകത്ത് പോലും പങ്കെടുപ്പിക്കാനോ തയ്യാറായിരുന്നില്ല. നേരത്തെ നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJP വിളിച്ചു ചേർക്കുന്ന നിർണായക യോഗങ്ങൾ പോലും കെ സുരേന്ദ്രനെ ക്ഷണിക്കാത്തതൊക്കെ വലിയ വിവാദമായിരുന്നു. അങ്ങനെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും വി രാജേഷിന് വേണ്ടി അതിശക്തമായ ഓപ്പറേഷൻസുമായി രംഗത്ത് വരുന്നത്. അതിന് RSS നേതൃത്വവും വി രാജേഷിൻ്റെയും അതോടൊപ്പം തന്നെ ഈ വിഭാഗത്തിൻ്റെയും കൂടെ നിന്നു. അങ്ങനെയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യം കൊണ്ടുവരുന്നതും. കാരണം ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പറ്റുന്ന ഒരു അവസരം വരുമ്പോൾ അത് സെലിബ്രിറ്റികൾക്ക് നൽകിയാൽ പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ ബാധിക്കും. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പരിചയസമ്പന്നതയുള്ള വി രാജേഷ് തന്നെ മേയറായി വരണം എന്നുള്ളൊരു തീരുമാനം അങ്ങനെയാണ് വരുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരനും എസ് സുരേഷിനും ഈ തീരുമാനത്തിലൂടെ വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം രാജീവിൻ്റെ ഏകാധിപത്യ നടപടികൾ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിലുൾപ്പെടെ വി മുരളീധരനും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് നിർണായകമായ പങ്കുണ്ടാകും എന്നുള്ളതാണ് BJPയുടെ നേതാക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മനു, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടൻ, സംസ്ഥാനത്ത് DGP റാങ്കിലെത്തിയ ഒരു വനിതയാണ് ശ്രീലേഖ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരാൾ സ്വാഭാവികമായി അവർ മത്സരരംഗത്തേക്ക് വരുമ്പോൾ മേയർ സ്ഥാനം തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. അതല്ലാതെ ഒരു സാധാരണ കൗൺസിലറായിരിക്കാൻ, കൗൺസിലർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്, പക്ഷേ DGP സ്ഥാനത്ത് നിന്ന് വന്ന ഒരാൾ ഒരു സാധാരണ കൗൺസിലറായിരിക്കാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. അപ്പോൾ ആ രീതിയിൽ അപമാനിക്കപ്പെട്ടു എന്നൊരു വികാരത്തിലാണല്ലോ ശ്രീലേഖ ഇന്നലെ മുഴുവൻ നിന്നത്. നമ്മളത് കണ്ടതാണല്ലോ, ഇടയ്ക്ക് കൗൺസിൽ ഹാളിൽ നിന്ന് സത്യപ്രതിജ്ഞയ്ക്കിടെ ഇറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ശ്രീലേഖയെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതും BJP കൗൺസിലിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. BJPക്ക് അത് തീർച്ചയായും വലിയ തലവേദനയാകും. കാരണം മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ ശ്രീലേഖയെ പല ഘട്ടത്തിലും ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരും എസ് സുരേഷും ഒക്കെ അവിടെ പ്രചാരണം നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഒറ്റക്കക്ഷിയായതിനു ശേഷം ഈ ശ്രീലേഖയെ മേയറാക്കുന്ന തരത്തിൽ, മേയറായി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വന്നിരുന്നു. ആ ഘട്ടത്തിൽ, അതായത് ഈ തീരുമാനമെടുക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് വരെ ശ്രീലേഖ തന്നെ ആ സ്ഥാനം ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഒരു അട്ടിമറി ഉണ്ടാകുന്നതും വി രാജേഷിൻ്റെ പേര് മേയർ സ്ഥാനത്തേക്ക് വരുന്നതും. അത് സ്വാഭാവികമായും ശ്രീലേഖ അവർ രാഷ്ട്രീയ പ്രവർത്തകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ ആയിരുന്നില്ല. ഈ ഒഫീഷ്യൽ സ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മൊത്തം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം അവർ അതിനെ അംഗീകരിക്കും, ആ തീരുമാനത്തെ അംഗീകരിക്കും എന്നൊരു സംശയം BJP നേതാക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെ സംസ്ഥാന ജില്ലാ നേതാക്കൾ നിരന്തരമായി ശ്രീലേഖയെ അന്വയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ നമ്മൾ കണ്ടതാണ്, സത്യപ്രതിജ്ഞയ്ക്കിടെ മേയറായി രാജേഷ് ചുമതലയേൽക്കുന്ന ഘട്ടത്തിൽ പോലും
ശ്രീലേഖ അവിടുന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാവും എന്നതൊക്കെ, കാരണം ഇനിയിപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം മറ്റ് പ്രബല ഗ്രൂപ്പുകളൊക്കെ വളരെ ശക്തരായി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് വി വി രാജേഷിൻ്റെ മേയർ സ്ഥാനം. RSSൻ്റെ ഉൾപ്പെടെ പിന്തുണ കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ഒരു ആർജിച്ച ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി എങ്ങനെയാണ് ശ്രീലേഖയുടെ മുന്നോട്ടുള്ള ഈ രാഷ്ട്രീയ പോക്ക് എന്നത് സംബന്ധിച്ച് വലിയ ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉറപ്പായും BJPക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യും.